Praise the Lord. As we remain standing, let's read Psalms 8 responsively. നാം നിന്നുകൊണ്ട് 8-ാം സങ്കീർത്തനം Psalms 8 വാക്യപ്രതിവാക്യമായി വായിച്ച് നമ്മുടെ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. Praise the Lord. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ നീ അവനെ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. ആടുകളെയും കാളകളെയും എല്ലാം കാട്ടിലെയും മൃഗങ്ങളെയൊക്കെയും അടുത്ത വാക്യം നമുക്കെല്ലാം ചേർന്ന് വായിക്കാം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കും. നമ്മുടെ വിശുദ്ധ കാര്യങ്ങൾ ഇവർ ദൈവത്തെ സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യു മേ ബി സീറ്റഡ്. ഗ്ലോറി, ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട പകലിൽ ഈ സിറ്റിയിൽ വിവിധ സഭകളിൽ കഴിഞ്ഞൊരു വർഷം ദൈവത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ക്രിസ്ത്യൻ അസംബ്ലി ഓഫ് ഹ്യൂസ്റ്റൻ്റെ ഈ മനോഹരമായ ഈ ഹാളിൽ ഒരുമിച്ച് കൂടുവാൻ ദൈവം ഇങ്ങനൊരു അവസരം നമുക്ക് ഒരുക്കിയല്ലോ. HPFൻ്റെ എല്ലാ ഭാരവാഹികൾക്കും വന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അധ്യക്ഷനായിരിക്കുന്ന പാസ്റ്റർ തോമസ് എബ്രഹാം ഉൾപ്പെടെ എല്ലാവരെയും വന്ദനം ചെയ്യുന്നു. HPFൻ്റെ പ്രസിഡന്റ് പാസ്റ്റർ ഷാജി ഡാനിയൽ, മറ്റ് ദൈവദാസന്മാർ, കടന്നു എല്ലാവർക്കും വന്ദനം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. വളരെ സന്തോഷത്തിൻ്റെ സുദിനമാണ് നമ്മൾ ഒരുമിച്ച് കൂടുന്നത്. ഹല്ലേലൂയ. ദൈവദാസന്മാരെ ഒരുമിച്ച് കാണാനും ഒരുമിച്ച് ആരാധിപ്പാനും ഒക്കെ ഇങ്ങനൊരു അവസരം ദൈവം ഒരുക്കിയല്ലോ. നമ്മുടെ മുഖ്യാതിഥിയായി പ്രസംഗനായി കടന്നു വന്ന പാസ്റ്റർ ജെയിംസ് മുളവനെയും വന്ദനം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സങ്കീർത്തനത്തിൽ ഹല്ലേലൂയ ദാവീദ് ചില പ്രസ്താവനകളിൽ ഹല്ലേലൂയ എന്നെ വളരെ വളരെ ഹൃദയത്തിൽ തൊട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒന്ന്, ദാവീദ് പറയുകയാണ്, നീ ആകാശത്തിൽ നിന്റെ തേജസ് വെച്ചിരിക്കുന്നു. ഇതെന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം. ഹല്ലേലൂയ. ഇന്നത്തെ ആധുനിക മനുഷ്യൻ പോലും സൃഷ്ടിയെ ആരാധിക്കുന്നവരാണ്. ഹല്ലേലൂയ. മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജാതികളെയും പ്രപഞ്ചത്തെയും അവരെന്തോ ഭയപ്പെട്ടോ അതിനെയൊക്കെ ആരാധിക്കുന്ന ഹല്ലേലൂയ ഈ ആധുനിക കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇന്നേക്ക് 3000 വർഷങ്ങൾക്ക് പുറകിൽ നിന്നുകൊണ്ട് ഒരു മനുഷ്യൻ പറയുക, ഹല്ലേലൂയ, ദൈവമേ, നിന്റെ തേജസ് നീ ആകാശത്തിൽ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ സൃഷ്ടിയല്ല ദൈവം, ഇതിൻ്റെ പുറകിൽ ഒരു സൃഷ്ടാവുണ്ടെന്നുള്ള ആ ദൈവിക വെളിപ്പാട് എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. ഇന്നത്തെ മനുഷ്യനും മനസ്സിലാകാത്തൊരു കാര്യം, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ബുദ്ധി എന്ന് പറയുന്നത് 3000 വർഷം മുമ്പുള്ളതും ഇന്നുള്ളതും ഒരുപോലെ. ഹല്ലേലൂയ. ബുദ്ധി എല്ലാ കാലത്തും ഒരുപോലെ, അറിവ് വ്യത്യാസം. ഹല്ലേലൂയ. ഐസക് ന്യൂട്ടനെക്കാട്ടിലും അറിവ് ഇന്നത്തെ ഒരു ശാസ്ത്ര വിദ്യാർത്ഥിക്കുണ്ട്. കാരണം അറിവെന്ന് പറയുന്ന ഒന്നിൻ്റെ മേലെ അടുക്കി വെച്ചേക്കുന്നതാണ്. അങ്ങനെ മുകളിലേക്ക് പോകുന്നതാണ്. നോളജ് ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് ബുദ്ധി എല്ലാവർക്കും ഒരുപോലെ എല്ലാ കാലഘട്ടത്തിലും ദൈവം കൊടുത്തിട്ടുണ്ട്, സൃഷ്ടിയിലുള്ളതാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ 3000 വർഷം മുമ്പുള്ള അറിവെന്ന് പറയുന്നത് വളരെ കുറവാണ് ഇന്നത്തെ മനുഷ്യനേക്കാളും. എന്നാൽ അന്ന് ഈ പ്രപഞ്ചമല്ല ദൈവം, ഇതിൻ്റെ പുറകിൽ ഒരു ദൈവം ഉണ്ടെന്നും ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നെന്നും ഒരു മനുഷ്യന് പറയാൻ കഴിയണമെങ്കിൽ അതവൻ്റെ അറിവല്ല, ദൈവത്തിൻ്റെ വെളിപ്പാടാണ്. ഹല്ലേലൂയ. ദൈവം കൊടുത്ത വെളിപ്പാടാണ്. ആ വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കളാ ഇന്ന് പകലിൽ ഇവിടെ ദൈവത്തെ ആരാധിപ്പാനായിട്ട് കടന്നു വന്നിരിക്കുന്നത്.
ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. നമ്മുടെ അറിവിൻ്റെ കൂടുതൽ കൊണ്ടല്ല നമ്മൾ ദൈവത്തെ അറിഞ്ഞത്, ദൈവം തന്നെ കുറിച്ചുള്ളത് നമുക്ക് വെളിപ്പെടുത്തി തന്നത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മളെക്കാൾ ബുദ്ധിയും നമ്മളെക്കാട്ടിലും ജ്ഞാനമൊക്കെ ഉള്ളവരെന്ന് പറയുന്നവര് അവര് പോയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്നും സൃഷ്ടിയെ ആരാധിക്കുന്നുണ്ട്, ഹല്ലേലൂയ, മനുഷ്യനെ ആരാധിക്കുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ, അറിവിൽ പലപ്പോഴും നമ്മൾ ശിശുക്കളെന്ന് തോന്നുമ്പോഴും ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് പുകഴ്ച ഒരുക്കിയിരിക്കുന്ന, ബലം നിയമിച്ചിരിക്കുന്ന അറിവുള്ളവർക്ക് പലർക്കും കണ്ടെത്താൻ കഴിയാത്ത ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ ദൈവം നമുക്കിടയാക്കിയെങ്കിൽ അത് ദൈവത്തിന്റെ വെളിപ്പാട്. ആ വെളിപ്പാട് ഓർത്ത്, ആ പരിജ്ഞാനം ദൈവം നമുക്ക് തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അളവുതൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദാവീദിനുണ്ടായ വെളിപ്പാട് എന്നെ അത്ഭുതപ്പെടുത്തി. പക്ഷെ അതിലും എന്നെ അമ്പരപ്പിച്ചൊരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അതെന്താ ചോദിച്ചാല്, ദൈവമേ, നീ സ്വർഗത്തിൽ നിന്റെ തേജസ് വെച്ചിട്ട് നീ ഭൂമിയിൽ നിന്റെ തേജസ് എവിടെ കൊണ്ട് വെച്ചെന്നറിയോ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ തേജസ് വെച്ചിട്ട് ഭൂമിയിൽ നിന്റെ തേജസ് വെച്ചത് എവിടാ? മനുഷ്യനില. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്തെ, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ കാലത്തെ മനുഷ്യനെ കുറിച്ചല്ല ഈ പറയുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത കാലത്തെ മനുഷ്യൻ, ആ മനുഷ്യൻ ദൈവം തമ്പുരാനെ 100 കൊല്ലം മുമ്പ് കുക്ക് സാഹിബ് വന്ന് ആരംഭിച്ച തുവയൂർ സഭയിലെ വിശ്വാസികൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടു. ഹല്ലേലൂയ. എല്ലാവരും ഉടുത്തിരിക്കുന്നത് നമ്മളിരിക്കുന്ന പോലത്തെ കോട്ടും സൂട്ടും ഒന്നും അല്ല, വലിയ കുറിയോണ്ടൊക്കെ ഉടുത്തോണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പുരുഷന്മാരെ അധികവും ഷർട്ട് ഇട്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ പുറമേ ഉള്ള വലിയ വേഷഭൂഷാദികളോ ഇന്നത്തെ വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലാത്ത മനുഷ്യനെ നോക്കിയിട്ട് ദാവീദ് പറയുക, ദൈവമേ, നിന്റെ തേജസ് നീ ഭൂമിയിൽ വെച്ചിരിക്കുന്നത് മനുഷ്യനിലാന്ന്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ വലിയ പ്രപഞ്ചത്തിന്റെ ആ രഹസ്യങ്ങളും ഇങ്ങനെ നക്ഷത്രാങ്കിതമായിട്ടുള്ള ഈ പട്ട്, ഈ വലിയ നീല പട്ടൊക്കെ കണ്ട്, അതെല്ലാം കണ്ടിട്ടും അതിനേക്കാളെല്ലാം ഭൂമിയിൽ നിന്റെ തേജസ് നീ വെച്ചിരിക്കുന്നത് മനുഷ്യനിലാണെന്ന് പറയാനുള്ള ആ ദൈവിക വെളിപ്പാടുണ്ടല്ലോ, അതെന്നെ അമ്പരപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യന്റെ മഹത്വം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ, എന്നാലേ നമുക്ക് സുവിശേഷം പറയാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും നമുക്ക് മനുഷ്യനെ ഒരു വില വരണമെങ്കിൽ 3 കാര്യമുണ്ട്: റേസ്, ഫേസ്, ഗ്രേസ്. ഗ്രേസ് എന്ന് പറഞ്ഞാൽ ദൈവകൃപയൊന്നുമല്ല. ഹല്ലേലൂയ. അവരുടെ കഴിവുകളോ വിദ്യാഭ്യാസമോ ഇതൊക്കെ ആയിരിക്കും. ഫേസ് എന്ന് പറയുമ്പോൾ അവരുടെ സൗന്ദര്യമാണ്, കാശോ കളറോ ഒക്കെ നോക്കുന്നുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പിന്നെ അവരുടെ റേസ്, ഇന്ന കുടുംബത്തിലെയാ അല്ലേ. പക്ഷെ ദൈവത്തിൻ്റെ ഇതൊന്നും ഒരു പ്രശ്നമല്ല. ദൈവം എല്ലാവരും സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് വരുന്നൊരു പാപിയെ കുറിച്ച് കർത്താവ് ഒരു ഉപമ പറഞ്ഞപ്പോൾ, ഒരു കൂട്ടം ആടിൽ നിന്ന് 1 കാണാതെ പോയി എന്നല്ല പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. 100 ആടിൽ നിന്ന് 1 കാണാതെ പോയി. ആമേൻ, ആമേൻ. ഞാൻ ഒരിക്കൽ ആന്ധ്രാപ്രദേശിൽ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ രാത്രി നിൽക്കുക. കുറേ ആൾക്കാരുണ്ട്. ഞാൻ നോക്കുമ്പോൾ ആളുകളെല്ലാം ഓടി മാറുക. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ വല്ലാത്തത്, ഇങ്ങനെ ഒരു ദുർഗന്ധം അപൂർവമായിട്ട് മാത്രമേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ. ആളുകളിങ്ങനെ മാറുക. ഞാൻ നോക്കുമ്പം ഒരു മനുഷ്യൻ ഇങ്ങനെ അവൻ്റെ വസ്ത്രം ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വരിക. അവൻ്റെ ശരീരം മുഴുവനും ഭാഗം മുഴുവൻ വ്രണമായിട്ട്, അത് വസ്ത്രം തൊട്ടുമ്പോൾ അവന് വേദന എടുത്തിട്ട് ഇങ്ങനെ പിടിക്കുന്നത്. ഈ മാനസിക വൈകല്യമുള്ളവർ അവർ ഭക്ഷണത്തിന് വിശക്കുമ്പോൾ ഏതെങ്കിലും ഇങ്ങനെ തട്ടുകടയിലൊക്കെ ചെല്ലുമ്പം അവരവിടെ ചെല്ലാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പണി തിളച്ച വെള്ളം കോരി ഒഴിക്കുക. അങ്ങനെ പൊള്ളിയതാ ആയിരിക്കണം.
ഇവരിങ്ങനെ വേദനിച്ച് വരുമ്പം ആളുകളെല്ലാം ഓടി മാറുമ്പം എൻ്റെ ഹൃദയത്തിലൊരു ചിന്തയുണ്ടായി. എന്താണെന്നറിയാമോ? ഈ മനുഷ്യനങ്ങ് മരിച്ചാൽ എത്ര നല്ലതായിരുന്നു. പക്ഷെ അതേ നിമിഷം എൻ്റെ ഹൃദയത്തിൽ വലിയ കുത്തുമുണ്ട്. കാരണം എൻ്റെ കർത്താവാണെ അങ്ങനെ പറയുമോ? ഹല്ലേലൂയ. കല്ലുകൊണ്ട് ശരീരം ചതച്ച് വ്രണമായിരിക്കുന്ന, പൊട്ടിയ ചങ്ങല കയ്യിലുള്ള, വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ തേടി കടൽ കടന്ന് അക്കരെ പോയവൻ എൻ്റെ കർത്താവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരുത്തനും യേശുവിൻ്റെ എണ്ണപ്പെട്ട 100 ആടിൽ ഒന്നായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളേതുമില്ലെന്ന് തോന്നി തള്ളിക്കളയുന്നവനും, പ്രൈസ് ഗോഡ്, എൻ്റെ കർത്താവിൻ്റെ എണ്ണപ്പെട്ട ആടിലൊന്ന, ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ദൈവത്തിന്റെ തേജസ് വെച്ചിരിക്കുന്ന മനുഷ്യൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ കാഴ്ചപ്പാടുകൾ എത്ര മാറേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പലപ്പോഴും മുരിയം പുത്രന്റെ ചേട്ടനെ പോലെ അപ്പൻ്റെ കൂടെ താമസം, പക്ഷെ അപ്പൻ്റെ മനസ്സ് നമുക്ക് അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. താമസം അപ്പൻ്റെ കൂടെ, പക്ഷെ നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ചുള്ള അപ്പൻ്റെ ഹൃദയത്തിന്റെ തേങ്ങൽ മനസ്സിലാകുന്നില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ഈ ഭൗതികതയിലൊക്കെ അങ്ങനെ അതിൻ്റെയൊക്കെ പങ്കുപറ്റാനുള്ള ഒരു വാഞ്ചയിൽ നമ്മൾ മുന്നോട്ട് പോവുക. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. മനുഷ്യൻ്റെ ആ ദൈവത്തിൻ്റെ തേജസ് മനുഷ്യനിൽ വെച്ചിരിക്കുന്നുള്ള കാഴ്ചപ്പാട്. നിന്റെ വിരലുകളുടെ പണിയായ ആകാശം, ഹല്ലേലൂയ, ഇതൊക്കെ ഒന്ന് കാണുമ്പോൾ, നീ സൃഷ്ടിച്ച നക്ഷത്രങ്ങൾ നോക്കുമ്പോൾ, ഹല്ലേലൂയ, ഇതിനെക്കുറിച്ച് ഒരു ഹല്ലേലൂയ ഒരു ആന്ത്രോപോമോർഫിസം, ആ ഒരു ദൈവത്തെ ഒരു മനുഷ്യന്റെ പോലെ ഇങ്ങനെ സങ്കല്പിച്ചങ്ങ് പറയുക. അപ്പൊ അതിനെക്കുറിച്ചൊരു വ്യാഖ്യാതാവ് പറഞ്ഞത്, ദൈവം ഉണ്ടാക്കുന്നതിനൊക്കെ ഒരു മിനിയേച്ചർ രൂപം ഉണ്ടാകുന്ന ഒരു ചിന്തയുണ്ടല്ലോ മനുഷ്യനിങ്ങനെ. പുലിയുടെ ഒരു മിനിയേച്ചർ രൂപമാണ് പൂച്ച എന്നൊക്കെ പറയുന്നവരുണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ദാവീദ് എഴുതുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഒരു മിനിയേച്ചറായിട്ടൊരു രൂപം ഇവന്റെ മുമ്പിലോട്ട് വന്നെന്നാ. നമ്മുടെ വീടിനകത്തൊരു ഗ്ലോബ് ഇരിക്കുന്ന പോലെ. പക്ഷെ എനിക്ക് വായിച്ചപ്പോൾ അങ്ങനെയല്ല തോന്നിയേ. എനിക്കത് ധ്യാനിച്ചപ്പോൾ തോന്നിയെന്നറിയാമോ? ദൈവത്തെ അവന്റെ വലിപ്പത്തിൽ കാണാൻ ദാവീദ് ശ്രമിച്ചത് കൊണ്ടാ നിന്റെ വിരലുകളുടെ പണിയായ ആകാശം എന്ന് പറഞ്ഞ്. ഹല്ലേലൂയ. ഇതിനെ ഒന്ന് ചെറുതാക്കിക്കൊണ്ടിരിക്കല്ല. സൃഷ്ടാവിന്റെ വലിപ്പം മുഴുവൻ മനസ്സിലാക്കാൻ ദാവീദിനോ നമുക്ക് കഴിയത്തില്ല. പക്ഷെ സൃഷ്ടാവിനെ അവന്റെ വലിപ്പത്തിൽ കാണാൻ ശ്രമിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ. ഇന്ന് നമുക്ക് ദൈവത്തെ അവന്റെ മഹത്വത്തിൽ ഒന്ന് ദർശിപ്പാൻ. ഹല്ലേലൂയ. പൗലോസ് എഫെസർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, ഓ ഹല്ലേലൂയ, വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അത് നിങ്ങളൊന്ന് അറിയണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നത്തെ ചുരുക്കണ്ട, നമ്മുടെ മുമ്പിലുള്ള ആവശ്യങ്ങളെ ചുരുക്കണ്ട. പക്ഷേ സൃഷ്ടാവിനെ, നമ്മുടെ ദൈവത്തെ അവന്റെ മഹത്വത്തിൽ ഒന്ന് ദർശിക്കാൻ നോക്കിയാൽ മതി. അവന്റെ വലിപ്പത്തിൽ ഒന്ന് കാണാൻ നോക്കിയാൽ, അതിനൊന്ന് പരിശ്രമിച്ചാൽ, ദൈവത്തിലെ നമ്മുടെ ഉള്ളിൽ നിന്ന് അറിയാതെ ആരാധന വരത്തില്ലേ? ഹല്ലേലൂയ. ദൈവത്തിന് അവന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുപ്പി. ഹല്ലേലൂയ. അതിന് ദൈവത്തെ അവന്റെ മഹത്വത്തിൽ, അവന്റെ വലിപ്പത്തിൽ കാണാൻ ശ്രമിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ദാവീദ് പറയുക, ദൈവമേ, നീ ഈ മനുഷ്യനെ വിചാരിപ്പാൻ എന്തുണ്ട്? മനുഷ്യനെ വിചാരിപ്പാൻ എന്തുമാത്രം, ഞങ്ങളെ വിചാരിപ്പാൻ നീ എന്തോ ഉണ്ട്? ഞാൻ ദാവീദിനെ കണ്ടിരുന്നു ചോദിച്ചു, ദാവീദ് നീ എന്നാ കണ്ടിട്ടുണ്ട്? ഹല്ലേലൂയ. നീ എന്ത് കണ്ടെന്ന് പറയുന്നേ? ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള കരുതലും വിചാരവും നീ എന്ത് കണ്ടിട്ടുണ്ട്? നീ പറയുന്നത് സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട്
മനുഷ്യനെ കരുതുന്ന ഒരു ദൈവത്തെ കുറിച്ചല്ലേ ഞങ്ങൾ കണ്ടിരിക്കുന്നത്. സ്വർഗ മഹോന്നതങ്ങളെ വെടിഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി താണ് ഭൂമിയിൽ കടന്നു വന്ന് ഞങ്ങളുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന ഒരു കർത്താവിനെ കുറിച്ചാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ യേശു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നത് അതൊന്ന് വിചാരിക്കുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ ദാവീദ് ചാടിയതിനേക്കാൾ, ദാവീദ് ആരാധിച്ചതിനേക്കാൾ, ദാവീദ് പുകഴ്ച പറഞ്ഞതിനേക്കാൾ എത്രയധികം പുതിയ നിയമസഭയെ നമ്മുടെ ആരാധന അകത്തു നിന്ന് ഉയരുന്നതിന്റെ കാരണം, ഓ ഹല്ലേലൂയ, ദൈവം നമ്മെ വിചാരിപ്പാൻ, ദൈവം നമ്മെ വിടുവിപ്പാൻ, ദൈവം നമ്മെ രക്ഷിപ്പാൻ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയിൽ വെളിപ്പെട്ട ദൈവസ്നേഹം, സഭയിൽ ദൈവപ്പെട്ട ദൈവത്തിന്റെ പദ്ധതി, അത് ദൂതന്മാർ പോലും കുനിഞ്ഞു നോക്കുക, അവര് പോലും അമ്പരഹിക്കുക. പഴയ നിയമ വിശുദ്ധന്മാർക്ക് അത് മനസ്സിലായില്ല. അവർക്ക് അത്രയും മനസ്സിലായെടുത്ത് തങ്ങളുടെ സ്ഥാനവും മാനവും രാജകീയ പദവിയും വിട്ട് അവർ ദൈവത്തെ തെരുവിൽ രാജവീതിയിൽ ആരാധിച്ചെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. നാം എത്രയധികമായി ദൈവത്തെ ആരാധിക്കണം. പ്രൈസ് ഗോഡ്. ഇന്ന് ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ തിരുമേശയിലേക്ക് നാം അടുത്തു വരുമ്പോൾ, ദൈവം നമുക്ക് വേണ്ടി സ്വർഗമഹോന്നതങ്ങളെ വിട്ട് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദാസരൂപമെടുത്ത് നമ്മോട് ഒരുമിച്ച്, ഹല്ലേലൂയ, മനുഷ്യന് വേണ്ടി മനുഷ്യനായി തീർന്ന് he emptied himself, അവൻ തന്നെ തന്നെ ശൂന്യനാക്കി നമുക്ക് വേണ്ടി ചെയ്തു തോർത്ത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് ആരാധിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.